ശരി, നമുക്കപ്പം ചർച്ചയിൽ പൂക്കോട് വെറ്ററിനറി കോളേജിൽ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായി പിന്നീട് മരണമടഞ്ഞു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. സിദ്ധാർത്ഥന്റെ മാതാവുണ്ട് ഷീബ തത്സമയം ചേരുന്നത്. ശ്രീമതി ഷീബ, നമ്മൾ പലതവണ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. താങ്കളുടെ വേദന എന്നുള്ളത് ഒരിക്കലും അത് പോകുന്നതുമല്ല എന്നത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇത്തരം കൂടുതൽ വാർത്തകൾ വരുമ്പോൾ ഒരിക്കൽ കൂടി താങ്കളെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കുകയാണ്. ഇതൊരു എക്സ്റ്റൻഷൻ എന്ന തരത്തിലേക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആലപ്പുഴ ഒരു സംഭവം ഉണ്ടായി. അത് ഒരു നവോദയ സ്കൂളിലുണ്ടായതാണ്. +1 വിദ്യാർത്ഥികളാണ് ഇവിടെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി. ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ തീരെ കുഞ്ഞ് കുട്ടിയാണ്. ആ കുട്ടിയെ മർദ്ദിക്കുകയാണ്. അതിനുശേഷം ബോധരഹിതനായി പോകുന്നു. പിന്നീട് ഈ എന്തോ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു, ഏതായാലും ആക്രമണം അഴിച്ചുവിട്ട വിദ്യാർത്ഥികൾ പേടിച്ച് അവർ തന്നെ, ഇപ്പോൾ അത് രതീഷ് പറഞ്ഞത് കേട്ടല്ലോ, ഈ കുട്ടിയുടെ കാലൊക്കെ തിരുമ്മിക്കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അതെന്തോ ഒരു ഭാഗ്യമായിരിക്കാം. ഏതായാലും പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണോ നമ്മളുടെ വിദ്യാർത്ഥികൾ? ഷീബ, നമ്മുടെ കുട്ടികൾ 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് എത്ര ചെറുതായിരിക്കും. നമ്മുടെ ആഹാരം വാരി കൊടുക്കുകയും മടിയിലിരുത്തി കളിപ്പിക്കുകയും ചെയ്യുന്ന പ്രായം എന്ന് പറയാം. 7ാം ക്ലാസ് കഴിഞ്ഞ ഇപ്പൊ 8ാം ക്ലാസ് ആയെന്ന് പറയുമ്പോൾ എത്ര ചെറുതായിരിക്കും ആ കുട്ടി. അത് എന്ത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഇത് പറയുമ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നും ഓർത്തെടുക്കാൻ അതിനുള്ള മനസ്സില്ല. ഇപ്പൊ ആർക്കും ഇതുപോലൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞാ ഞങ്ങളിപ്പോ പോരാടുന്നത്. വീണ്ടും അതിന് ഒരു കുറവുമില്ല, കൂടുതലാണോ എന്നാണ്, കൂടുതൽ തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം എന്തോ ഇവരൊക്കെ വീണ്ടും പഠിക്കുന്നു, വീണ്ടും കോളേജിൽ കയറാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി സഹായിക്കാൻ ആളുകൾ നിൽക്കുന്നു. ഇതുപോലെ ഒരു കുടുംബം അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ പലരും, പല അമ്മമാരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന്റെ ബാക്കിൽ നല്ല പോലെ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഇങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നു. ഇല്ലെങ്കിൽ എന്ത് നടക്കും? അവര് സ്കൂളിൽ കയറി പഠിക്കും, എക്സാം എഴുതും. ആ ധൈര്യമാണ് ഈ കുട്ടികളെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നത്. അതെ, ഇവിടെയും ഇപ്പോൾ ശ്രീമതി ഷീബ, ഇവിടെയും രതീഷ് പറയുകയായിരുന്നു, ഈ കുട്ടിയുടെ പിതാവ് പറയുകയായിരുന്നു, സ്കൂൾ അധികൃതർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്നത്. ഇത് നിങ്ങളൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത് എന്നതിലേക്കാണ് അവർ പോകാൻ ശ്രമിച്ചത്. ഇത് നമ്മൾ നടപടിയൊക്കെ എടുക്കുമല്ലോ, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാണ് ഇതിങ്ങനൊരു വിഷയമാക്കുന്നത് എന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഇതൊരു വലിയ പരാതിയാക്കണോ എന്ന ചോദ്യം ചോദിക്കുകയാണ്. ഇത് മുളയിലെ ആ തരത്തിലേക്കാണോ അതിനെ നുള്ളിക്കളയേണ്ടത്? ഷീബ, ഇതിപ്പോ വെളിയിൽ അറിഞ്ഞു പോയാല് സ്കൂളിന്റെ, അത് ഏത് സ്കൂളായിക്കോട്ടെ, സ്കൂളിന്റെ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയും അവരുടെയൊക്കെ പിടിപ്പുകേട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നു കളയും. പിന്നെ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ മാന്യത അതെല്ലാം പോയി പോകും എന്നുള്ളൊരു പേടി. ഇങ്ങനെ അടച്ചു മൂടി വെച്ച് എത്രയോ ജീവനുകൾ. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ റാഗിങ് എന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പൊ ഓരോ പാരന്റ്സും വന്നിട്ട് അവരുടെ കഥകളാവെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ പുറത്ത് വരുന്നില്ല, ഇത് ആരെ പേടിച്ച് പറയുന്നില്ല പുറത്ത്. ഇത് ഇങ്ങനെ പറയാതിരിക്കും തോറും അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ ശ്രമിക്കും തോറും കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോ അങ്ങനെ ചെയ്യുന്നത്. അവർ തന്നെ വീണ്ടും പ്രതികളായി വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ മൂടി വയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അവരുടെ ഭാവി പോകുമെന്നൊക്കെ കരുതിക്കൊണ്ടാകാം അവരെ രക്ഷപ്പെടുത്താൻ, അവർക്ക് പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി സ്കൂൾ അധികൃതരായാലും ഒക്കെ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്താണിത്? വളർന്നു വലുതാകുമ്പോൾ ഇവർ കുറച്ചുകൂടി കൂടിയ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതല്ലേ സിദ്ധാർത്ഥന് സംഭവിച്ചത്? അതെ, ആ ധൈര്യമാണല്ലോ. ഒന്നും അവർക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടെന്നുള്ള ധൈര്യമാണ് അവിടെ നടന്നത്. അതിനുവേണ്ടി അവിടുത്തെ അധ്യാപകർ വരെ സഹായിച്ചു എന്നുള്ളതാണ്. രണ്ടുപേരും ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് എന്ന്. പ്രതിപട്ടികയിലല്ല, അത് സസ്പെൻഷനിലാണ്. അവരെ ഇന്ന് വേണമെങ്കിൽ തിരികെ എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, ഫുൾ സപ്പോർട്ടോട് കൂടെ. അവിടെ പറയുന്നത് ഒരു കുട്ടിയല്ലേ പോയോളൂ, ഇനിയും മറ്റുള്ളവരുടെ പഠിത്തം, മറ്റുള്ള അധ്യാപകരുടെ ജോലി, ഇതൊക്കെ നോക്കണ്ടേ എന്ന. അപ്പൊ ആ ഒരു ജീവന് ഇത്രയും വിലയൊക്കെ കൊടുക്കുന്നുള്ളൂ.
അതെ, അതായത് ഈ കുട്ടികളുടെ ഇപ്പോൾ ഈ കുറ്റം ചെയ്ത കുറ്റവാളികളുടെ പഠനം തടസ്സപ്പെടരുത്, അവരുടെ ഭാവി ഇതാണ്, ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ നഷ്ടമായ ജീവൻ ആര് മറുപടി പറയുമെന്ന ചോദ്യം, ആ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഒരു കുടുംബമാണ്, ഒരു കുട്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്. 10-20 വർഷം ഒരു അഡ്മിഷൻ എടുക്കാൻ വിടുന്ന പാട് ആ കുട്ടി എത്രമാത്രം സഹിച്ചോ അതുപോലെ ആ കുടുംബവും സഹിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അതിനൊരു വിലയില്ലാതെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തിനു പഠിപ്പിക്കുന്നു? ആ പഠിത്തത്തിന് ഒരു വിലയില്ല. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു കോഴ്സിൽ കയറി, ഏത് കോഴ്സാണോ, പഠിത്തമാണോ, സ്കൂളാണോ, ഏതാണോ, പഠിപ്പിച്ചെടുക്കുന്നതിന് പാട് തന്നെയാണ്. അവിടെ വരെ എത്തിയിട്ട് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ധൈര്യം, ഇവർക്ക് എന്ത് ധൈര്യം കൊടുക്കുന്നു? അവര് എന്ത് വിലയാണ് ഈ പഠിത്തത്തിന് കൊടുക്കുന്നത്? എന്ത് മൂല്യബോധം കൊടുക്കുന്നു അധ്യാപകര്? തെളിവുകൾ നശിപ്പിക്കുന്ന അധ്യാപകർ ഇനി എന്ത് ചെയ്തുകൂടാ? അവരെന്നെയും പുറത്ത് പറയണ്ട എന്ന് പാരന്റ്സിന്റെ അടുത്ത് പറയുന്ന അധ്യാപകർക്ക് നമ്മൾ എന്ത് പറയാനാണ്? നമ്മുടെ കുട്ടികളെ എവിടെ കൊണ്ട് ഏൽപ്പിക്കും? അതെ.